അതെ ഗൈസ്, അപ്പോൾ ഡ്യൂഡ് എന്ന് പറയുന്ന തമിഴ് പടം പോയി കണ്ടു വന്നിരിക്കുന്ന പ്രദീപ് രംഗനാഥൻ നായകനായി വരുന്ന പടമാണ് കണ്ടിരിക്കുന്നത്. നായിക അമിതാഭ് ബച്ചൻ, പിന്നെ സംവിധായകൻ ജയദേക, സംവിധാനം, തിരക്കഥ, എല്ലാ സംഭാഷണങ്ങളൊക്കെ എഴുതിയേക്കുന്നത് കീർത്തി ശരനാണ്. പിന്നെ സായ അഭ്യങ്കർ മ്യൂസിക്, ഏറ്റവും ടോപ്പ് നോച്ചിൽ ഈ സിനിമയ്ക്ക് പേര് കൊടുക്കാൻ പോകുന്നത് സായ അഭ്യങ്കറിൻ്റെ മ്യൂസിക്കാണ്. ഗംഭീര മ്യൂസിക്കും സ്കോറിങ്ങും. ഇൻ്റർവെല്ലായാലും ടൈറ്റിൽ കാർഡ് എനിക്ക് മിസ്സായി, പിന്നെ യൂട്യൂബിലടിച്ച് ഓരോ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ഗംഭീര സ്കോറിങ് ആയിരുന്നു. പക്ഷേ ഇൻ്റർവെല്ലിൽ അതിനേക്കാളും മികച്ച സ്കോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ പറയുകയാണ് ഫസ്റ്റ് ഹാഫൊക്കെ സ്മൂത്തായിട്ട്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പ്രീ ക്ലൈമാക്സ് വരെ നല്ല സ്മൂത്തായിട്ട് പാട്ടം പോയി, ഗംഭീരമായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു പടമായിരുന്നു. ഒരു സീൻ വന്ന് ഒരു 6 മാസമുള്ള കൊച്ചിനെങ്ങാണ്ട് അത് സ്പോയിലറാണെന്നത്, ആ ഒരു ഒറ്റ സീൻ വന്നപ്പോൾ ഉണ്ടല്ലോ ആ സിനിമയുടെ ഗ്രാഫൊക്കെ താഴേക്കാണ് പോയത്. ആ ഒരൊറ്റ സീനിൽ വന്നപ്പോൾ എനിക്ക് യോജിക്കാൻ തന്നെ പറ്റണ്ടായില്ല. ആ സീനില്ലായിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവൽ, ഡ്രാഗനൊക്കെ പോലത്തെ വേറെ ലെവലിൽ പടമായി മാറുകയാണ്. ക്ലൈമാക്സ് അതെ ഇത്തിരി ലോ ആക്കി കളഞ്ഞു. പ്രദീപിൻ്റെ പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു, മമിതയുടെ ആയാലും അടിപൊളിയായിരുന്നു. പക്ഷേ ശരത് കുമാറിൻ്റെ ഒരു സീൻ, ഫ്ലാഷ് ബാക്ക് സീന് ടോപ്പ് നോച്ച്. ഈ സിനിമ തന്നെ ടോപ്പ് നോച്ച് സീന്.